ഓരോ ഓരോ തെണ്ടികള് പീടിയെന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ ഇനി ഇല്ലീഗൽ പരിപാടി വേണ്ട. ചന്ദ്രബോസ് ഇടൂല. അതാ എന്താ കാരണം മൊത്തം പ്രശ്നങ്ങളാണല്ലോ. എടാ ആരുടെ വണ്ടി എടുത്ത് പോയേ ബ്രോ? എന്റെ ക്യാരക്ടറിന്റെ വണ്ടിയല്ല വേറെ ആരോ കൺട്രോൾ ചെയ്യണ്. നല്ലൊരാളായിട്ട് കാണാനാണ് എന്റെ ആഗ്രഹം. വരും ദിവസം നന്നാക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് നന്നാക്കി കാണീര്. ഹലോ ഓഫീസർ ചന്ദ്രബോസ് സ്പീക്കിംഗ്. ആ എന്താണ് പറഞ്ഞോ? അണ്ണൻ എവിടെയുണ്ട്? പീഡിന്ന് എന്തിനാ നമ്മൾ വിളിക്കണേ? അണ്ണന് സുഖല്ലേ? പീഡിക്കാർക്ക് ഭയങ്കര കഴപ്പാ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നതാണ് ഇത്. നമ്മളെന്തോ ടാർഗറ്റിംഗ് പോലെയാണ്. പീഡിന്ന് ദേവി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പരിചന്ദ്ര സാറോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ അടുത്ത് സംസാരിക്കല്ലേ? നല്ലവരാണ്. ഓരോ ഓരോ തെണ്ടികള് പീഡിയെന്ന് വിളിക്കുന്നത്. ഹലോ അണ്ണാ ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞേട്ടാ. പീഡിയിലാണ് ഇതെങ്കിൽ പീഡിയുടെ നമ്മളിപ്പോ പീഡിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് സംസാരിക്കാനേ താല്പര്യമില്ല. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ ഇനി ഇല്ലീഗൽ പരിപാടി വേണ്ട നമുക്ക്. അത് സാറിന് ഇഷ്ടപ്പെടൂല. ഞങ്ങളുടെ ഞാൻ തീരുമാനിച്ചല്ലോ. സാറിന് ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെട്ടാലും എനിക്കൊരു കുഴപ്പമില്ല. സാറിന് ഇഷ്ടപ്പെടില്ലെങ്കിൽ സാറിനോട് നമ്മളൊന്ന് അടിക്കാൻ പറയാം. ഇന്ന് സാറിനെ അടിക്കും. എല്ലാവരും ചന്ദ്രബോസ് സാറിന് ഇഷ്ടപ്പെടൂല. അതാ ആർക്കാ? ചന്ദ്രബോസ് സാറിന് ഇഷ്ടപ്പെടൂല. ചന്ദ്രബോസ് സാറിന് ഇഷ്ടപ്പെടൂല. ഓ അങ്ങനെ പറ കാര്യങ്ങള്. അങ്ങനാണെങ്കിൽ നമ്മൾ ഇല്ലീഗൽ പരിപാടി മാത്രമേ ചെയ്യുന്നുള്ളല്ലോ ഇനി ഇവിടെ. നിർത്തിക്കോണ കേട്ടോ. ഒന്നും നടക്കത്തില്ല. നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്ത് തടഞ്ഞു കാണിക്കാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞു കാണിക്കാം. നമ്മൾ എന്നും ചെയ്യും. ഇപ്പൊ ചെയ്യാൻ പോകും ഇല്ലീഗൽ ആക്ടിവിറ്റി. ഞാൻ കൺസൈൻമെന്റ് വരാം അങ്ങോട്ട്. എങ്ങോട്ട്? കൺസൈൻമെന്റ് ഞാൻ നിർബന്ധം കളിക്കാം. ആരുടെ കൺസൈൻമെന്റ്? അത് പറഞ്ഞില്ല. ഇന്നലെ വരെ നീ ഇങ്ങനെ അല്ലോ സംസാരിച്ചത്. ഇപ്പൊ നിനക്ക് അച്ഛന്റെ വിനയമാണല്ലോ ഭരചന്ദ്രൻ സാറിന്റെ അടുത്ത്. അച്ഛനെ പോലെ കാണുന്നത്. ഇത് പീഡിക്കുകയും അനക്കേട് വരുന്ന ഞാൻ ചെയ്തിട്ടില്ല. അച്ഛനെ പോലെ ഒരു ദിവസം നീ യൂണിഫോമിൽ കയറിയപ്പോഴത്തേക്കിന് നീ നമ്മൾക്കെതിരെ അങ്ങ് എന്തോ ഒലത്തിക്കളയാന്നുള്ള രീതിയായോ? നീ കാവലാണ് കാക്കി. ഓക്കെ എന്നാ പിന്നെ നമ്മുടെ ടിവിയുടെ ഗ്യാങ് ഹൗസിന്റെ ഗേറ്റിന്റെ അവിടെ നിൽക്കി കാവലായിട്ട്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട്. അപ്പൊ നമ്മള് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ ലെഗസി എന്നൊക്കെ പറയുന്ന സാധനം ഒരു വാറടിച്ച് ജയിച്ചു എന്ന് പറഞ്ഞ് കിട്ടുന്നതല്ല. അതൊരു ലോങ് ടൈം പരിപാടിയാണ്. വീണ്ടും കോള് വന്നേ. നമ്മൾ കഥ ഡിസ്കണ്ടിന്യൂ ആയേ. കഥ നിങ്ങൾ എടാ ഒരു മിനിറ്റ്. എടാ കാർലോ എന്ന് വിളിച്ചോട്ടെ. ജില്ലാറ്റൊന്നുമല്ലേ കാർലോ? എവിടെ ഉണ്ട്? ഒന്ന് കാണണല്ലോ. മുതുക്ക് ബീച്ചിലുണ്ട്. മുതുക്ക് ബീച്ചിലായ? മുതുക്ക് എവിടേക്കുന്ന? ഞങ്ങളിതേ മുതുക്ക് ബീച്ചിന് തൊട്ടിപ്പുണ്ട്. 7014 7008 ബീച്ചല്ലേ? 70. ഞാനെന്താ ഇപ്പുറത്ത് ഇവിടെ തന്നെ. അതാ ഇപ്പൊ ഞാൻ ഇതിനടുത്തോട്ട് വന്നു. നോക്കിയേ അവര് കണ്ടെയ്നർ പോലെ സാധനം കിടക്കുന്നുണ്ട്. ട്രെയിലർ അതിന്റെ ബാക്കില്. ട്രെയിലർ അത് റിപ്പയറിന്റെ അവിടെ അല്ലേ? അല്ലതാ ഹലോ. എന്താ കാരണം മൊത്തം പ്രശ്നങ്ങളാണല്ലോ. ഒയ്യോ മൊത്തം പ്രശ്നങ്ങള്. ഞാനാണ് സത്യം 3-4 ദിവസം കഴിഞ്ഞിട്ട് വന്നോളൂ. വന്ന് നോക്കിയപ്പോഴേക്കും മൊത്തം പ്രശ്നങ്ങൾ. എന്റെ പറ്റോ എന്തൊക്കെയാണ് ഇവിടെ സിറ്റി നടന്നോണ്ടിരിക്കുന്നത്. എന്ത് മാറിയപ്പോഴേക്കും മൊത്തത്തില് തലയിരിച്ച് തലയിരിക്കണം. ഓപ്പോസിറ്റ് നിന്നോണ്ട് ഞാൻ പറയാ, ഒരു വട്ടം അടിച്ചിട്ടാ നിങ്ങള് പിന്നെ അതിന് തിരിച്ചെങ്ങനെയാ ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാനിപ്പോ അത്രേ പറഞ്ഞുള്ളൂ. നമ്മൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കാണിച്ചിട്ട് മതി. ഡയലോഗ് അടി അതുവരെ നമുക്കൊന്നും വേണ്ട. അപ്പൊ അന്ന് ചെയ്ത് കാണിച്ചത് ചെയ്ത് കൊടുത്തേരെ. അന്നേരം പയ്യന്മാർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അത്രേ ഉള്ളൂ. ഇപ്പൊ അവരുടെ ടൈമല്ലേ. അപ്പൊ അവര് അത് ആഘോഷിക്കട്ടെ. മറ്റേ തൂർന്നത്തം തീർന്നു തീർന്നുകൊണ്ട് ആറാട്ട് പറഞ്ഞല്ലേ, അവരിപ്പോ അങ്ങനെ ആഘോഷിക്കട്ടെ. അവരുടെ ടൈമല്ലേ. ഇപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മുടെ കയ്യിലുള്ള ഇതുകൊണ്ട് നമ്മളാക്കി. അതില് ഇനിയിപ്പോ സാഹചര്യം കൊണ്ട് നടക്കുന്നതല്ലേ. പിന്നെ ഇവര് 2-3 മാസം അതുവരെയൊക്കെ ഇപ്പൊ അതുവരെ നമ്മൾ ആദ്യമായിട്ടാണ് നോക്കുന്നത് എന്നുള്ളതാണ്. ഏത് ഗ്യാങ്ങാണെങ്കിലും നോക്കും. പക്ഷെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മള് ഇതേപോലെ പേടിച്ച് വളത്തിനുള്ളിൽ പോയിരിക്കുന്ന സ്വഭാവമല്ല. നമ്മളുള്ളവരെ വെച്ച് അടിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ അത് ഓക്കെ നമുക്ക് മിസ്റ്റേക്ക് പറ്റി നമ്മളത് പറ്റി അത്രേ ഉള്ളൂ. അത് നമ്മള് ബാക്കി നോക്കിക്കോളാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് പറഞ്ഞോളാം. നമുക്ക് ഇനി അത് വെറുതെ ന്യായീകരിച്ച് അത് സിംപിളി അക്സെപ്റ്റ് ചെയ്യാം. അതേപോലെ വേറെ പറയേണ്ട ആവശ്യമില്ല.
ഇപ്പൊ നമ്മുടെ അടുത്ത് കൊറേ കൊച്ചുവാണങ്ങൾ വന്ന് മെസ്സ് അടിക്കുന്നത് KV അടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വരാറുണ്ട്. ഞങ്ങള് രണ്ടു വട്ടം പുഴിപ്പിച്ചതെന്ന് മറന്നുപോയി അവന്മാര്. ഇവരിപ്പോ ഇതേപോലെ തന്നെ പണ്ടത്തെ ഏതൊക്കെയോ എല്ലായിടത്തും കുത്തിപ്പൊക്കി ഫുൾ ആഘോഷമാണ്. അവരെ ഇപ്പൊ അവരാശിക്കട്ടെ, അവരുടെ ടൈപ്പല്ലേ. ഇതിനൊക്കെ ഇതുണ്ടാവും. നമ്മള് മറ്റേ പണ്ട് പറഞ്ഞ പോലെ ഇഷ്ടം പോലെ സമയമുണ്ട്, ഇഷ്ടം പോലെ സമയം. ഒരു ഇതെന്ത് ഇങ്ങനെ നടന്നു പോകുന്ന തന്നെ. ഹലോ ഹലോ കീബോർഡിൽ പോലും തൊട്ടിട്ടില്ല. അവിടെ ആരും ഇല്ലല്ലോ. എന്താ ബഗ്ഗാണ്. എനിക്ക് എന്തോ ബഗ് പറ്റിയതാണ്. ഇതെന്താ ഇങ്ങനെ? ഞാൻ കീബോർഡ് തൊടുന്നില്ല. കാർലോ ഞാൻ വന്നതെന്ന് പറഞ്ഞാ എടാ ഇതെന്തൊരു കഷ്ട. ഹലോ ഞാൻ പോവാണ്. ഹലോ ഇത് നടന്നു. നമുക്ക് ഇരിക്കാം. ഇതെന്താ ഇങ്ങനെ? 700 എനിക്ക് 22 PL വേറെ ആർക്കും ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പാപ്പനല്ല കേരള മൊത്തത്തിൽ പ്രശ്നമാണ്. കേരള 17 കാർലോ മറ്റേ ഇന്ന് ടർഫിന്റെ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ടർഫ് നിങ്ങൾക്ക് ഒരെണ്ണം ഇപ്പൊ ഒരെണ്ണം നിങ്ങൾക്ക് അപ്പൊ വിളിക്കണ്ടേ? ഇല്ല അത് ഇത് കിട്ടി. മറ്റേ വയസ്സിൽ അത് നമുക്ക് തന്നെ കിട്ടിയത്. തിരിച്ചു കിട്ടിയോ? കിട്ടി. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഞാനോർത്തെ നിങ്ങള് 49 കാർഡ് 59 കാർഡ് തന്നായിരുന്നല്ലോ. അപ്പൊ തിരിച്ചു തരാൻ 18 കാർഡേ കയ്യിലുള്ളൂ. അപ്പൊ ബാക്കി എവിടുന്നേലും ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിട്ടാ നേരത്തെ വന്നത്. ഇല്ല നമുക്കത് വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വിചാരിച്ചു അത് ഇനി എങ്ങനെ തരുമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഗാങ് വണ്ടി ഗാങ് ഹൗസ് വരുന്നുണ്ട് കേട്ടോ അടുത്ത ആഴ്ച. ഗ്യാങ് ഹൗസ് മാറ്റുവാണോ? ഗാങ് ഹൗസ് പൊളിച്ചു പണിയാ. പൊളിച്ചു പണിയാ. ഡേറ്റ് കൺഫേം ആക്കി അടുത്ത ആഴ്ച. അതൊന്ന് ഒഫീഷ്യൽ ഡേറ്റ് ആക്കിട്ട് ഒന്ന് വരണ്ട്, ഇൻവൈറ്റ് ചെയ്യാൻ വരണ്ട്. പറഞ്ഞുള്ളൂ. ഞങ്ങള് വിളിച്ചില്ലേലും വരുമല്ലോ കേട്ടോ. അത്രയുള്ളൂ. ലവനല്ലേടാ അത്? ജമാലും. പിന്നെ നമ്മുടെ ഗ്യാങ് വണ്ടിയും ഇതും വരുന്നുണ്ട്. നമ്മള് പഴയ ഹൈന മറ്റേ ഇതാക്കിട്ട് അതുപോലെ. പക്ഷെ നിങ്ങളെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേറ്റും സാധനവും ഒക്കെ കൺഫേം ആയി. ഞങ്ങൾ ഇതുവരെ കൺഫേം ആയില്ല. ഒരു ശുഭപ്രതീക്ഷ ഞങ്ങളെ ഉടനെ തൂൺ വരുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഞങ്ങളുടെ സത്യത്തിൽ കഴിഞ്ഞ മാസം വരെ ദിവസമുണ്ട്. പക്ഷെ പിന്നെ ഒരു മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് മറ്റേ സേക്കനൊക്കെ ചെയ്ത വണ്ടിയല്ലേ? നമ്മുടെ ചെയ്യുന്നത് 0 ഡിലേ ആണ്. പക്ഷെ ഫുൾ ഡിലേ ആണ്. മൊത്തത്തിൽ ഡിലേ ആണ്. ആളെ വിളിച്ചിട്ട് പോലും കിട്ടണില്ല. പിന്നെ നമ്മള് ഇതാക്കിട്ട് കാര്യമില്ല. അത് സമയത്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ TV ഗ്യാങ് ഹൗസ് ആരെല്ലാം ഉണ്ടോ? എടാ ശ്യാം ഡ്രേക്ക് ആരെല്ലാം നോക്കി. ജോക്കിയെ കണ്ടില്ല ഇന്ന്. ഞാൻ ഇന്ന് വന്നപ്പോ കണ്ടില്ല. ഞങ്ങളിന്ന് ആണല്ലേ? ഞാൻ ജോക്കിയെ കണ്ടില്ല. പിന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു തക്കുടുവാവയും കൂടെ, 2 കുടുംബത്തിലുള്ളൊരു തക്കുടുവാവ, കോമൺ തക്കുടുവാവയാണ്. വില്ലത്തിക്ക് ഒരു തക്കുടുവാവ വന്നായിരുന്നു. പെൺകുട്ടിയാണ്. അറിഞ്ഞില്ലേ? തിരക്കിലൊക്കെ നിക്കുക പുള്ളിയെ. മറ്റേ അതിന്റെ ഇതാണ്. പെൺകുട്ടിയാണ്. അത് 5 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാനൊന്നും പറ്റിയില്ല പുള്ളിക്കാരെ. അപ്പൊ 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങാനൊക്കെ പറ്റുള്ളൂ. അതെല്ലാം കഴിയുമ്പോ വിളിക്കും എല്ലാരും. ഞാൻ ഇങ്ങനെ ചോദിച്ചില്ല, ലൈവ് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം. അപ്പൊ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. അപ്പൊ കാർലോ ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാൻ പോവാ. ഞങ്ങള് ഈ കാർഡിന്റെ കാര്യം ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാർഡിന്റെ ഇഷ്യൂ ഇല്ല. നിങ്ങളുടെ ഗ്യാങ് ഹൗസും 0 ഡിലേനാണോ ചെയ്യുന്നേ?
അല്ലല്ല ഇത് എന്തൊരു കഷ്ടം. ഞാൻ തന്നെ നടന്നു പോണ്. ഇത് ഞെങ്ങി കിടക്കുന്നുണ്ടോ ഇല്ലില്ല. ഈയും ഞെങ്ങിയിട്ടില്ല. ഇനി നോക്കി ചാടാത്തിന്റെ അല്ലടാ 700 MS-ന്റെ ശരിയോ ശരിയായെന്ന് തോന്നുന്നു. ഇല്ല അത് അറിഞ്ഞൂടാ. നോക്കാം. കാരണം പോയിട്ട് വരാം. പോയിന്റ് രണ്ട് ടർഫെല്ലാം മാക്സിമം നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അതെ 2 ടർഫ് വിളിക്കാൻ പറ്റത്തില്ലല്ലോ ഇനി. ഇല്ല 2 ടർഫ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നോക്കിയിരിക്കാം. ആരെ വിളിക്കാൻ. ഓക്കെ കാരണം അപ്പൊ പോയിട്ട് വരാം. KVA 6 years കൊണ്ട് തോറ്റ വാറിനേക്കാൾ കൂടുതൽ ഈ കണ്ടികൾ 6 മാസത്തിൽ തിരുവനന്തപുരത്തുണ്ട്. അത് ഞാൻ എവിടെയും പറയാം. അതൊരു സത്യം മാത്രമാണ്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. 6 വർഷം KVA തോറ്റത് ഇവന്മാർ 6 മാസത്തിൽ തോറ്റിട്ടുണ്ടാവും. ലെഗസിയെ വെറും തോന്നലാടാ നിനക്കൊക്കെ അതൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിന്റെ സമയം കഴിഞ്ഞ്. അല്ലെങ്കിൽ ഇനിയൊരു നിനക്കൊക്കെ അത് പറയണമെങ്കിൽ ഒരു 5-6 വർഷം ഈ ഗ്യാങ് ഇങ്ങനെ നിലനിർത്തി നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതായത് ഇതുപോലെ പീക്കാക്കി കൊണ്ടുപോകാൻ പറ്റണം നിനക്കൊക്കെ ആ ലെഗസി കിട്ടണമെങ്കിൽ. അല്ലാതെ ഒരു വാറ് ജയിച്ചു എന്ന് പറഞ്ഞൊന്നും ലെഗസി കിട്ടാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കണം. ഞാൻ ഒന്നും തൊട്ടിട്ടില്ല. ഞാൻ തൊട്ടിട്ടില്ല ഇതില്. ഹലോ എന്തിട്ട് ടീമനുണ്ട് ബാക്കിൽ. ഈ വണ്ടി നിക്കൂല. ഹലോ വണ്ടി നിക്കുന്നില്ല. ഈ വണ്ടി നിക്കുന്നില്ല. ഇത് എന്ത് പറയണ ഇത്? കളികളാണ്. ഇത് അഡ്മിനാണോ? ഒരു കിഡിൽ ട്രിക്കുണ്ടല്ലോ. എടാ ഇതെന്റെ കീബോർഡ് പോയതാണോ അഡ്മിനാണോ ഇത്? അണ്ണാ ഞെക്കുന്നതിന്റെ ഓപ്പോസിറ്റ് പോകുന്നതാണോ? എന്തോ പ്രശ്നം? അത് കീബോർഡിന്റെ ആവാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാനല്ല ബ്രാവോ ഗെയിമിംഗ്. ഇങ്ങനെ പോകുന്നു. വണ്ടി നിൽക്കുന്നില്ല. ഇത് ഏതെങ്കിലും അഡ്മിൻസ് ആണോ? ഹലോ ബ്രോ ഏതെങ്കിലും അഡ്മിൻസ് ആണെങ്കിൽ ഞങ്ങക്ക് ഇതിന് പോണം. മറ്റേ ഇതിന് പോണം. ഒന്ന് നിർത്തുവോ? നിർത്തിയോ? ഹലോ ഹലോ ആരാ ഇതാരാ? ഓസി പറഞ്ഞോണ്ടേന്നോ? ഹലോ ഞാൻ താങ്ക്യൂടാ. ഞാനിപ്പോ മുറുക്കെ കണ്ടിട്ട് ബാക്കിൽ ഓടിയിരുന്നേ. വണ്ടീനെ ബാക്കിൽ ഓടിയത് കണ്ടില്ല. എടാ അതെ വണ്ടി വേറൊരാളുടെ കൺട്രോളിലാ, എന്റെ കൺട്രോളിലല്ല. നേബലിനോട് പറ്റിത്തീരാൻ ചെയ്തിട്ട് ബാക്കിൽ ഓടിയതായിരുന്നു. ആണല്ലേ? എടാ ഞാനൊരു ചെറിയ പരിപാടിയിൽ നിൽക്കും. ഞാൻ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? ഇത് ആരാടാ എന്റെ വണ്ടി കൺട്രോൾ ചെയ്യണേ? അല്ല അഡ്മിൻസ് ആരും അല്ലടാ. സീറ്റ് മാറി വേറെ ആർക്കെങ്കിലും ഓടിക്കാൻ പറ്റുന്നുണ്ടോ? ഇട്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഇട്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് കണ്ണ് ക്രാക്കർ അത് ഭൂകമ്പവും വെള്ളപ്പൊക്കവും എല്ലാം ആയിരുന്നു. ചാമത്ത് പോലും ഇല്ലായിരുന്നു. കഴിവറ വീഡിയോ ചെയ്തപ്പോഴും ഒന്നും ഇല്ലായിരുന്നു. സുബ്രഹ്മണ്യൻ
വന്നെനിക്ക് ഒരു ഫ്രണ്ടിലൊരു ബോംബ് ഇടും. മിസൈൽ ഒന്നും വേണ്ട അണ്ണാ ഒരു മഞ്ഞ വണ്ടി വിടുമ്പോ എടാ, ഇതൊക്കെ എന്റെ തലയിൽ എങ്ങനെയാടാ കറക്റ്റ് ആയിട്ട് വരുന്നേ? എടാ, ദേ പോണ് ഇവൻ. എടാ സുബ്രപ്പുൺ ഹാക്കർ ചെയ്യുന്നതെന്ന് അറിയാൻ ആണോ? ഇത് സുബ്രു ആണോ? കഴിഞ്ഞ ദിവസം കൊണ്ടുവരാറുണ്ടായി എടാ സുബ്രു ആണെങ്കിൽ ഇതാ ഇവിടെ ഫ്രണ്ടിലൊരു ബോംബ് ഇട്ടേ. ഇവിടെ 2 ബോംബ് ഇട്ടേ. ആ പീഡിയ വണ്ടിയുടെ മണ്ടയ്ക്ക് ഒരു ബോംബ് ഇട്ടേ. ദാ ഇവിടെ 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 ബോംബ് സുബ്രപ്പുണ്ട. ഇവൻ വണ്ടി ഓടിച്ചോണ്ട് പോവാടാ. ഇവൻ ഇപ്പോഴും നമ്മുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കട്ടെ. പൊട്ടിക്കണേ, വേഗം പൊട്ടിക്കണേ, ഡിലേ ഒന്നും ഇല്ലാത്ത. സത്യം പറയണ കീബോർഡ് ദേവൂട്ടന്റെ കയ്യിലല്ലേ? എന്നെ കൊണ്ട് പറ്റും, മരത്തിരിച്ചിരിക്കും, വേഗം വാ. നിന്റെ ഒരു ഇമ്പ്രായത് ഏമ്പാ ഞാൻ റോഡിൽ ഇറക്കട്ടെ എങ്ങനെയല്ലേ? ഇത് നോക്കണേ. കീബോർഡ് ഒരു കൈ പിടിച്ചേ. കണ്ടാ വണ്ടി കണ്ടാ റിവേഴ്സ് എടുത്തട്ടാ. കണ്ടാ കണ്ടാ എന്റെ വയർലെസ് പോലും അല്ല കീബോർഡ്. കണ്ടാ തന്തേരാഴിയല്ലേ ഇവനൊക്കെ കാണിക്കുന്നത്. നമ്മളല്ല ഇത് പീഡി വണ്ടി ഹൈജാക്ക് ചെയ്തതാ. പീഡിനെ വണ്ടി എടാ അവന്റെ എങ്ങനെയല്ലോ പീടി വണ്ടി പിടിച്ച് മേടിക്കടാ. ഹലോ ഹലോ പറ്റൂ വണ്ടി ഓടിക്കണം. എടാ നിങ്ങൾ വെളിയിലിറങ്ങി വേറൊരു വണ്ടി എടുക്ക്. നിങ്ങൾ വെളിയിലിറങ്ങി വേറൊരു വണ്ടി എടുക്ക് പെട്ടെന്ന്. അല്ല അണ്ണൻ വണ്ടി തുറക്ക്, ഞങ്ങളെ പിടിച്ചപ്പോരേ. എടാ ഞാൻ വണ്ടി ഇറങ്ങി കീബോർഡ് കുത്തിട്ട് ഒരു മിനിറ്റ്. എനിക്ക് വണ്ടി ഇറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് അനങ്ങാൻ പറ്റില്ല. ഞാൻ കേറി. എനിക്കതും പറ്റുന്നില്ല. പീടി വണ്ടി നമുക്ക് വേണം, അത് അർജന്റ് ആയിട്ടാ. ബ്ലൂ ബ്ലൂ ആണോ അത്? എടാ എന്നെ ഇത് ഓടുന്നു. ഹലോ ഞാൻ പനകാൻ നിക്കുവാണേ. ഇത് ആരാ പുറകെ തോളത്തിരിക്കുന്നത്? നിന്റെ ശബ്ദം മാറിയാ? ബൈക്കില്ല. ഇവിടെ ഇരുന്നാണ്. ഇത് കേറാനും പറ്റുന്നില്ല ഇപ്പം. ഹലോ അണ്ണ അടിക്കുന്ന ഫയർ ചെയ്ത് ആര്? ആരും ഫയർ ചെയ്ത് ബാക്കിൽ നിന്ന്. അല്ല ഡിമണല്ല ബാക്കിൽ അടിച്ചേ. ഹലോ സ്റ്റീവ് നീയാണോ? ഇതിനകത്ത് കേറി ഇരിക്കാൻ സ്ഥലമില്ല ഇനി. ഉണ്ടായിരുന്നോ? എക്സിലറേറ്റ് ആവുന്ന എനിക്ക് അറിഞ്ഞൂടാ. പീടി വണ്ടി എവിടെയാണ്? ഗെയിം ബഗ്. ഇതെന്ത് ഇങ്ങനെ പോണ? ഹലോ ഞാൻ ഓടിക്കുന്നത് ഹലോ നമുക്ക് ആ പീടി വണ്ടി ആവശ്യമുണ്ടോ? പെട്ടെന്ന് വരുമോ? നീ എവിടെ? അമ്മമാരുടെ ഡയലോഗ് കണ്ടിയല്ലടാ വിടറാ. മതി പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും എനിക്ക് അത് സംസാരിച്ചോണ്ടിരിക്കാൻ വയ്യ. പിങ് പിങ് ആണെങ്കിലും എങ്ങനെ ഓട്ടോമാറ്റിക് മൂവ് ആവുന്നേ? അതാ ഞാൻ ആലോചിക്കുന്നേ. അവനെ കിട്ടിയോ? പീടിയിലെ നിൽക്കുന്നവര് പീടിക്കകത്ത് കൊടുക്കല്ലേ പറ. ആ വണ്ടി വേണം. നമുക്ക് ആ വണ്ടി വേണം. പീടിയെടുത്തൊന്ന് മാറാൻ പറ പെട്ടെന്ന്. പെട്ടെന്ന് വണ്ടി എല്ലാരും കൂടെ ഇറങ്ങില്ലേ? പെട്ടെന്ന് വണ്ടി വണ്ടി തരട്ടെ. ആ വണ്ടി നമുക്ക് വരുമോ? അത്യാവശ്യമാണ്. ഒന്നും വേണ്ട. എടാ ആരുടെ വണ്ടി എടുത്ത് പോയേ?
ആരെ പോയണ്ണാ കേറി കഴിഞ്ഞ് ചേച്ചിയിലിരിക്കുമ്പോ നാളെയാവും. കേറി കേറി ഇവിടെ എനിക്ക് കേറാൻ പറ്റുന്നില്ല. എടാ ഒന്ന് മാറി ഇരിക്കല്ലേ, ഇരിക്കല്ലേ. അണ്ണൻ കയറി അണ്ണൻ കയറി അണ്ണൻ കയറണ ദേ, എന്റെ ക്യാരക്ടറിനെ വേറെ കൺട്രോള്. എന്നാ കേറി കേറി അടുത്തോട്ട് വന്ന് വേഗം നിക്ക്, വേഗം നിക്ക്. കണ്ടാ, എപ്പോ ഇത് കണ്ടാ കൈ കണ്ടാ നിങ്ങള്? കണ്ടേ, ഇതുപോലെ? ഹലോ ആ അഡ്മിൻ ആ മെനു ഒന്ന് മാറ്റിയിട്ട് കൊടുക്കും ആൾക്ക്. ബ്രോ എന്റെ ക്യാരക്ടറിനെ വണ്ടിയെല്ലാം വേറെ ആരോ കൺട്രോൾ ചെയ്യണ്. ഞാൻ നോക്കിയോട്ടെ. എടാ അവനെ ചേസ് ചെയ്യാൻ പോയില്ലേ? ഹലോ ചേച്ചി എല്ലാരും കേറിട്ടാണ് വണ്ടിയില്. പിങ്ങിട്ടാ റീലോക്ക് അടിച്ചു കഴിഞ്ഞാ റീലോക്ക് ഓൾറെഡി അടിച്ച്. അത് പീട്ടിയാണോ? നോട്ട് ഫണ്ണി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? തമാശയല്ലേ ഇത്? ഇതാരും ചെയ്യണല്ല. MRC ആക്കിട്. ഓ അതിനുള്ള കഴിവൊന്നും അവന്മാർക്കില്ലടാ. അതിനുള്ള കഴിവൊന്നുമില്ല. അതൊന്നും എന്തായാലും ഞാൻ അവരുടെ തലയിൽ നടത്തില്ല. ആ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അവരിങ്ങനെ അവരെ ഞാൻ പറയുമോ? ഇതവരല്ല. ഇത് ബുദ്ധിയുള്ള ആരോ ചെയ്യണം. ഇതിനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഹാക്കായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് തലയിൽ ബ്രെയിൻ ഉള്ളവർക്ക് അത് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതവരല്ല. എന്റെ അടുക്കലൊന്നും ആരും നിൽക്കില്ല എല്ലാം ഞാൻ പാടമൊക്കെ അടിച്ചെന്നിരിക്കുക 700 റമസാണ് ഞാൻ ഇടിക്കുന്നില്ല വണ്ടിയില്. അവനാണ് നമ്മളെ ഇടിക്കുന്നത് ഞാൻ ഇടിച്ചോണ്ടിരിക്കുക അനങ്ങുന്നില്ല. പാർക്കല്ല അഡ്മിനാണ്. എന്റെ അഡ്മിനൊന്നും പേരിൽ അല്ല. അവനാണ് നമ്മളെ ഇടിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ഇതൊന്നും ഞാൻ ഇടിച്ചാൽ നേരെ ഇത് എന്തുണ്ട് അതാ ഞാൻ പറഞ്ഞത് എന്റെ പിയോവിൽ അവനെ ഇടിക്കുന്നത് കൺട്രോൾ തിരിച്ചിട്ടോ അണ്ണാ എന്താടാ പറ. എടാ അവന്റെ അടുത്ത് മര്യാദക്ക് വണ്ടി തരാൻ പറ. മര്യാദക്ക് വണ്ടി എന്തെങ്കിലും ഇടിച്ചിടുക നിന്നെ. ആ വണ്ടിക്കകത്തോ? അവന്മാർക്കും ചോദിച്ചു എന്താണ് അവന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന്. തട്ടിക്കോളാനാ പറയുന്നേ അവൻ വണ്ടിക്കകത്ത് അഡ്മിനൊന്നും അല്ല. നമുക്ക് ഈ വണ്ടി കിട്ടിയ എടാ അവന്മാരത്ത് പറയടാ നമുക്കൊരു ആവശ്യത്തിന് ആ വണ്ടി ഒന്ന് തരാന്. വണ്ടി ഒന്ന് തരാൻ ഒരു ആവശ്യത്തിനാന്ന് പറഞ്ഞു നോക്കടാ ഇവിടെ തരണില്ലേ എന്താ കേസ് എന്തിനാണ് ഇവിടെ കൊണ്ട് കേറുന്നതിന് മുമ്പ് അവനെ എവിടെ ഇടിച്ച് കേട്ടറാ. ഞാൻ പിറ്റുന്നുണ്ടോ സാർ രജിസ്റ്റർ വന്നിട്ടോ? MS ഉള്ള ഒരാൾ ഓടിക്കണം അറിയാം ഞാൻ ഓടിക്കാം ഞാനിപ്പോ ശരിയായി ഇല്ലേ ഒരു പ്രശ്നമില്ല ഞാൻ നോക്കിക്കോളാം നമുക്ക് ഈ വണ്ടി കിട്ടിയ ഇത് വെച്ച് ചന്ദ്രനെ നമുക്ക് പണ്ണം കഴിച്ചു. 200 MS ഉള്ള ഒരാൾ എങ്ങനെ വണ്ടി ഓടിക്കാൻ ഞാൻ കാണിച്ചു വണ്ടി എന്താ എന്റെ അവനാണ് നമ്മളെ ഇരിക്കുന്നത് കേട്ടോ നീ അല്ല അവനെ അങ്ങോട്ട് വിടല്ലേ. ഇവിടെ മുട്ടായി വല്ല മനസ്സ് തരാം നിക്ക് എനിക്ക് ഇവന്മാരെന്തോ പറയുന്നെന്ന്. എന്തോ പറയുന്നേ. ഇപ്പൊ ഞാൻ ഇടിച്ചില്ല തെറിച്ചു. ഹലോ ഇവിടെ ഓപ്ഷനിലൂടെ തുടങ്ങി. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ വണ്ടിയെ ഇത് പീഡിയുടെ വണ്ടി തന്നെയല്ലേ ഇത്? ഇവനാണോ വണ്ടി ഓടിച്ചേ? മഞ്ഞ 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 ഈ മഞ്ഞ ഏത് മഞ്ഞ? എടാ നിന്റെ ഹലോ കേക്കാവോ? വാ തുറക്കുവോ? ഹലോ വാ തുറക്കോ? കേക്കാവോ ബ്രോ? കേക്കാവോ ബ്രോ? വണ്ടി ഒന്ന് നിർത്താൻ പറഞ്ഞ ഒന്ന് തരാൻ പറഞ്ഞ തന്നൂടെ? നിങ്ങളുടെ കൂട്ടുകാരൻ ചുമ്മാ കൊറേ ആവശ്യമില്ലാത്ത തെറിയും അടിച്ചിട്ട് ആര്? വണ്ടിനകത്തിരുന്ന ആള്. വണ്ടിക്കകത്തിരുന്ന ആളോ? വണ്ടി നിർത്താൻ പറഞ്ഞോണ്ടല്ലേ അവിടെ എടുത്തോണ്ട് പോയതല്ലേ? അപ്പൊ നിർത്തിക്കൂടെ? എന്നോട് പറഞ്ഞവർ കേട്ടായിരുന്നു അടിച്ചിടാൻ തന്നെ. ബ്രോ രഹസ്യം പറയുന്ന പോലെ എനിക്കൊന്നും കേൾക്കുന്നില്ല ബ്രോ പറയുന്നേ. ബ്രോ ഉറക്കപ്പറ ബ്രോ സത്യമാ പേസറോ ബ്രോ? ഇപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഇല്ല ബ്രോ ഞാൻ പറയാണ്
കേക്കാ കേക്കാ ആ കേക്കാം പറഞ്ഞു. വണ്ടിക്കകത്ത് കയറിപ്പോ അപ്പൊ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടി അടിച്ചിടുന്ന കണ്ടി ഇതാണ് പുള്ളി എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് കൈഷുഡ് സമ്മൺ മര്യാദ സംസാരിക്കാൻ അറിയാത്ത ആളോട് തുടക്കത്തിൽ മര്യാദക്ക് സംസാരിച്ചപ്പോഴാണല്ലോ മര്യാദ ബ്രോ മര്യാദക്ക് സംസാരിച്ചപ്പോഴല്ലേ വണ്ടി എടുത്തോണ്ട് പോയത്? ബ്രോയുടെ കൂട്ടത്തിലുള്ള ആളോട് ബ്രോയോട് ഞാൻ എന്താ പറഞ്ഞത്? നിക്കാൻ പറഞ്ഞേ അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിലോട്ട് എത്തിയത്. എന്നിട്ട് അവിടെ എത്തി നമ്മൾ വണ്ടി എടുക്കാൻ വന്നപ്പോഴത്തേക്കും ബ്രോ വണ്ടി എടുത്തോണ്ട് പോകും. ബ്രോ നമ്മൾ ഓൾറെഡി ബ്ലൂനെ വിളിച്ചിട്ട് പറഞ്ഞാണല്ലോ നമുക്ക് ആ വണ്ടി ഒന്ന് വേണം, ഒരു സിറ്റുവേഷൻ വേണ്ടിയിട്ടാണ്. ബ്രോക്ക് അപ്പൊ ചവിട്ടി നിർത്തിയില്ലേ? ബ്ലൂ ഒന്നും പറഞ്ഞില്ല. വണ്ടി പക്ഷേ ഹലോ നിങ്ങളുടെ ആള് അങ്ങനെ ഗ്യാങ്സ് ഒന്ന് ചെക്ക് ചെയ്യണല്ലേ? വിളിച്ചിട്ട് വന്നാണ് അവൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ അവൻ എന്തൊരു ഗ്യാങ്സ് ചെക്ക് ചെയ്യണ്ടേ? ഒരേ കാര്യം തന്നെയല്ലേ ബ്രോ പറഞ്ഞത്. ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള ഐറ്റംസ് നമ്മുടെ കൂടുതലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ആ ഗ്യാങ്സിനകത്ത് നിന്റെ പേടിക്കൊക്കെ കേറാൻ പറ്റുമെങ്കിൽ ഒന്ന് കേറി നോക്ക്. അണ്ണാ എനിക്കൊന്നും ഇഷ്ടമല്ല. എടാ നിന്നെയും കത്തിക്കും, നിന്റെ ഭരചന്ദ്ര സാറിനെയും കത്തിക്കും, എല്ലാരും കൂടെ കൂട്ടി പറിക്കാൻ ഗേറ്റിന് മുമ്പിലിട്ട് കത്തിക്കും. അണ്ണാ നല്ലൊരാളായിട്ട് കാണാനാണ് എന്റെ ആഗ്രഹം. അണ്ണ സറണ്ടർ ചെയ്യണമെങ്കിൽ ജയിലിട്ടിട്ട് സറണ്ടർ ചെയ്യണമെങ്കിൽ ജയിലിട്ടിട്ട് എന്നെ നന്നാക്കാൻ എന്നെ അങ്ങനെ നീ നന്നാക്കണ്ട. നീയേ നീ എന്നെ അങ്ങനെ നന്നാക്കണ്ട. അതൊക്കെ ജില്ലയിലെ മോഹൻലാല്, ഇത് പരുന്തുവാസു, മനസ്സിലായ? പരുന്തുവാസിനെ നന്നാക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് നന്നാക്കി കാണിയില്ലേ? അപ്പൊ ഞാൻ വാറണ്ടായിട്ട് വരാം. വാറണ്ടായിട്ട് വാ.